ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഈ പത്തനംതിട്ടയില്ലേ, പത്തനംതിട്ടയുടെ ഒരു പ്രിയപ്പെട്ട കവി കടമനിട്ട രാമകൃഷ്ണൻ സാറ് എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങളെ നോക്കി ഒരു വരി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അന്ന് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ജാതി വ്യവസ്ഥക്കെതിരെയായിരുന്നെങ്കിലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ സമൂഹത്തിലെ പല ആളുകളും നമ്മുടെ നാട്ടില് ജാതി മത വർഗ വർണ്ണ ചിന്തകൾ വെച്ചുകൊണ്ട് കിടക്കുന്ന പല ആളുകളോടും നമുക്ക് ആ വരിയാണ് പറയാനുള്ളത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കണം. പണ്ട് ഗ്രാമാന്തരങ്ങളിൽ മൈക്കും സെറ്റും ഒന്നും ഇല്ലാത്ത സമയത്ത് പച്ച പട്ടിണിയിരുന്ന ആ പട്ടിണിയിൽ നിന്നും പാവങ്ങള് പടുത്തുയർത്തി എടുത്ത് പിടിച്ചു കൊണ്ടുവന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിയുന്നതിനപ്പുറം അഭിമാനം നമുക്ക് എന്തുണ്ട് എന്ന് സ്വയം ചോദിക്കാൻ കഴിയുന്ന ഒരു ബോധമാണ്. മോനെ, വളരുന്ന ഓരോ ചുവടും വളരുമ്പോൾ ജാതിയും മതവും അല്ല എനിക്ക് വലുത്, എനിക്ക് വലുത് ഈ പ്രസ്ഥാനവും എന്റെ നാടുവാണെന്ന് ഉറച്ചു പറയാൻ കഴിയണം. എത്ര കൊടി പിടിച്ചിട്ടുണ്ടില്ലേ, ഇല്ലേ? എന്തുമാത്രം കണ്ടത്തിലും എന്തുമാത്രം കണ്ടത്തിലും ചേറിലും ഒക്കെ കിടന്ന് നമ്മള് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പാടുപെട്ടിട്ടുണ്ട്. നമ്മളിൽ അന്ന് ഇതൊന്ന് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു മഹത്വമുണ്ട്. എന്ത് ചെയ്യാ, എന്ത് MSW നിങ്ങളിപ്പോഴുള്ള കുട്ടികള് ഒരുപാട് സ്ഥലത്ത് ഇപ്പം നമ്മൾ ഈ ഇടതുപക്ഷം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പിള്ളേരെ പറക്കിയിട്ടേക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കയറി വരണം. നിങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു ബോധമാണ് ഡിവൈഎഫ്ഐ സഖാക്കൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മമാണ്. വീടാന്തോരം കയറി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസത്തെ പഠിത്തം ജോലി എല്ലാം മാറ്റിവെച്ചിട്ട് ആ കൊച്ചുങ്ങൾ അത് ചെയ്യുന്നത്. ഈ പോളയത്തോട് പാർട്ടി ഓഫീസ് ഉണ്ട്, കൊല്ലത്തെ പാർട്ടി ഓഫീസിനടുത്ത് പോളയത്തോട് നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സത്യത്തിൽ ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും റോഡിൽ കാണും, ആർക്ക് വേണോ എപ്പോ വേണോ വരാൻ കാണാം. പിന്നെ ഇരവിപുരത്തെ MLA നൗഷാദിക്കെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് പലപ്പോഴും. എന്താ കാര്യം എന്ന് പറയുന്നത്, നൗഷാദിക്ക ആദ്യമേ വാർഡ്, ഞാൻ വേദിയിരുത്തി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യമേ വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് നൗഷാദിക്ക നമ്മള് കോർപ്പറേഷനിലൊക്കെ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ ആ പുള്ളിയെ കാണാനല്ല വേറെ ഏതെങ്കിലും കാര്യത്തിന് ഒത്തിരി ബന്ധങ്ങളുണ്ടല്ലോ, ചെല്ലുന്ന സമയത്ത് എന്തോടെ അന്ന് അങ്ങനെ ചോദ്യം. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കഴിഞ്ഞപ്പോ ചോദിച്ചു എന്ത്, ഡെപ്യൂട്ടി മേയറായി കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തുവാടെ ഇവിടെ, MLA ആയി കഴിഞ്ഞ് പുള്ളി എന്തെങ്കിലും ഇങ്ങനെ നീ എന്തും മിണ്ടാ പോന്ന്. അതായത് സ്ഥാനം കൂടുന്തോറുമാണ് നമുക്ക് എളിമ വേണ്ടത്. സഖാക്കൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ, നിങ്ങളെ അവര് തിരഞ്ഞെടുക്കും. അവര് നിങ്ങൾക്ക് വേണ്ടി പട്ടിണിയിരുന്നെങ്കിലും പ്രവർത്തിച്ച് നല്ല ഭൂരിപക്ഷത്തെ നിങ്ങളെ വിജയിപ്പിക്കും. അവിടെ നിങ്ങൾ അവരുടെ സെർവന്റ് ആകണം, ആയിട്ട് മറ്റുള്ളവർക്കത് മാതൃകയാകണം. അവിടെ ആണ് നമ്മൾ സഖാക്കൾ ആകുന്നത്. കുറച്ച് ചെറുപ്പക്കാരോട് എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഒത്തൊരുമയോടുകൂടി ഏറ്റുപിടിക്കുക. കാര്യം നിങ്ങളായിരിക്കണം അടുത്ത തലമുറ, ആ നിങ്ങളാകണം അടുത്ത തലമുറ, ആ നിങ്ങൾ തന്നെയാണ് അടുത്ത തലമുറ. നിങ്ങൾ വേണം ഇവിടെ ഞങ്ങൾക്ക് ശേഷം ഈ കൊടി ഏറ്റുപിടിക്കാൻ. ഈ കൊടിയാണ് ഈ നാടിന്റെ നട്ടെല്ല്, ഈ കൊടിയാണ് ഈ നാടിന്റെ അഭിമാനം, ഈ കൊടിയാണ് ഈ നാടിന്റെ അന്തസ്, ഈ കൊടിയാണ് ഈ നാടിന്റെ ഏകത്വം, ഈ കൊടിയാണ് ഈ നാടിന്റെ മതേതരത്വം, ഈ കൊടിയാണ് ഈ നാടിന്റെ സാഹോദര്യം എന്ന് തിരിച്ചറിയണം. വരിക വരിക സഹചരന്നു ചേർത്തണച്ചവർ, നമ്മൾ ഹൃദയപൂർവം കൈകളിലെ പുണ്യമായവർ. നമ്മൾ സഖാക്കൾ, നമ്മൾ സഖാക്കൾ, നമ്മൾ സഖാക്കൾ, നമ്മൾ സഖാക്കൾ. ലാറ്റ്സലാം 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 സഖാക്കളെ, ലാറ്റ്സലാം 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 സഖാക്കളെ. വിപ്ലവത്തിൻ വീര്യമുള്ള വേർപണിഞ്ഞവർ, നമ്മൾ വിശ്വമാനസത്തിലൊറ്റ ശക്തിയായവർ. വിപ്ലവത്തിൻ വീര്യമുള്ള വേർപണിഞ്ഞവർ, നമ്മൾ വിശ്വമാനസത്തിലൊറ്റ ശക്തിയായവർ. ഒരു മതം ഒരു മനം നമ്മൾ സഖാക്കൾ, ഒരു തലം ഒരു ലയം നമ്മൾ സഖാക്കൾ. ഒരു മതം ഒരു മനം നമ്മൾ സഖാക്കൾ, ഒരു തലം ഒരു ലയം നമ്മൾ സഖാക്കൾ. നമ്മൾ സഖാക്കൾ, നമ്മൾ സഖാക്കൾ. ലാൽസലാം 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 സഖാക്കളെ, നമ്മൾ സഖാക്കൾ, നമ്മൾ സഖാക്കൾ. ലാൽസലാം 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 സഖാക്കളെ.